പാരീസ് ഒളിമ്പിക്സിലെ സെമി ഫൈനലിൽ വിനേഷ് ഫോഗട്ട് ക്യൂബൻ താരത്തെ മലർത്തിയടിച്ചപ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും നെഞ്ചിടിപ്പാണ് ഉയർന്നത്. വനിതകളുടെ 50 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ക്യൂബയുടെ യുസ്നെലിസ് ഗുസ്മാനെ വിനേഷ് പരാജയപ്പെടുത്തിയപ്പോൾ കടന്നുവന്ന കനൽവഴികൾ തന്നെയായിരുന്നു താരത്തിന്റെ പിൻബലം. ഡൽഹിയിൽ തളർന്നു നിന്ന് അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ വിനേഷിനെ ആയിരുന്നില്ല ഒളിമ്പിക്സിലെ ഗോധയിൽ കണ്ടത്. കൈക്കരുത്തും മനക്കരുത്തുമുള്ള വിനേഷിനെയാണ്. 100 ഗ്രാം ഭാരം കൂടിയെന്ന കാരണത്താൽ ഫൈനലിൽ നിന്ന് അയോഗ്യയാക്കിയെന്ന വാർത്ത ഓരോ ഇന്ത്യക്കാരന്റെയും നെഞ്ചിൽ നിരാശയുടെ കനൽ വീഴ്ത്തി. പക്ഷേ അപ്പോഴും വിനേഷിന്റെ പോരാട്ട വീര്യത്തിന്റെ തിളക്കം കുറയുന്നില്ല. 2023 ജനുവരി 18 ഇന്ത്യ അതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത സമരം. ഗുസ്തി താരങ്ങൾ ദേശീയ തലസ്ഥാനത്ത് വിയർക്കുന്ന കാഴ്ച. 2021 മുതൽ മൂടിവെക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് വെളിപ്പെട്ട ദിനമായിരുന്നു അത്. ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയ തുടങ്ങിയവർക്കൊപ്പം വിനേഷ് ഫോഗട്ട് തുടങ്ങിയത് പുതിയൊരു സമരമുറ തന്നെയാണ്. രാജ്യതലസ്ഥാനത്തെ തെരുവു വീതിയിൽ പോലീസുകാരുടെ പിടിയിൽ നിന്ന് കുതറിയ വിനേഷ് ഫോഗട്ട് എത്രയോ ദിവസം ഇന്ത്യൻ കായിക പ്രേമികളുടെ മനസ്സിലെ നൊമ്പര കാഴ്ചയായിരുന്നു. പറഞ്ഞു വന്നത് അവിടെ നിന്നാണ് ഇന്ന് 141 കോടി ജനങ്ങളുടെ തലയുയർത്തിപ്പിടിക്കത്തക്ക രീതിയിൽ ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ട് ഗോദയിൽ നെഞ്ചുവിരിച്ചു നിന്നത്. ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന എല്ലാ വൈകാരിക വിക്ഷോഭങ്ങളും അടക്കിപ്പിടിച്ച് വിനേഷ് മലർത്തിയടിച്ചപ്പോൾ നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യൻ ജപ്പാന്റെ യുയു സുസാക്കിയെ ആണെന്നോർത്തപ്പോൾ എഴുന്നേറ്റു നിന്ന് കൈയടിക്കാത്ത ഇന്ത്യക്കാർ ഉണ്ടായിരുന്നില്ല. ഒളിമ്പിക്സ് ഗുസ്തിയിൽ സെമിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി വിനേഷ് മാറിയ നിമിഷമായിരുന്നു അത്. ശേഷം ക്യൂബയുടെ യുസ്നെലിസ് ഗുസ്മാനെ തോൽപ്പിച്ച് ഫൈനൽ പ്രവേശം. ഗോദയിൽ മത്സരശേഷം കണ്ട വിനേഷിന്റെ മുഖത്തുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങൾ നൽകിയ എല്ലാ സമ്മർദ്ദവും. അത്രയേറെ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ ദിനങ്ങൾ. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് കാണിച്ചു തന്നു വിനേഷ്. അസാധ്യ പ്രകടനമാണ് ഇന്നലെ ഒളിമ്പിക്സ് മത്സരവേദിയിൽ കണ്ടത്. तो मैंने स्टार्टिंग की थी, यूँ स्टार्टिंग हुई मेरी बेटी जो है ओलंपिक गोल्ड मेडल ले आएंगी और आज वो मेरा सपना नज़दीक है मेडल के और मेरे पूरा विश्वास है मेरी बेटी जो है गोल्ड मेडल लेके आएगी। और जो 2016 और 2020 में नहीं कर सकी, जो हिंदुस्तान को उसकी गोल्ड मेडल की आस थी, उसको जो है आज जो है वो गोल्ड मेडल लेकर वो आज से उम्मीदें हैं ऊपर खरी उतरेगी. ഇന്ത്യൻ കായിക രംഗത്തെ ഗുസ്തി ആചാര്യനായി അറിയപ്പെടുന്ന മഹാവീർ സിംഗ് ഫോഗട്ടിന്റെ സഹോദര പുത്രിയാണ് വിനേഷ് ഫോഗട്ട്. 9ാം വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ട വിനേഷിനെ തന്റെ മക്കൾക്കൊപ്പം വളർത്തിയതും ഗുസ്തിയിലെ അടവുകൾ പഠിപ്പിച്ചതുമെല്ലാം മഹാവീർ തന്നെയാണ്. ലോക ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലുമെല്ലാം ഇന്ത്യയുടെ അഭിമാനമായ കായിക താരം. 2016 റിയോ ഒളിമ്പിക്സിലും 2021 ടോക്കിയോ ഒളിമ്പിക്സിലും മെഡൽ നേട്ടം താരത്തിൽ നിന്ന് ഏറെ അകലെ നിന്നു. റിയോ ഒളിമ്പിക്സ് 48 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിനിടെ പരിക്കേറ്റാണ് വിനേഷ് പുറത്തായത്. ടോക്കിയോയിൽ 53 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീ ക്വാർട്ടറിൽ ആധികാരികമായി ജയിച്ചതിനു ശേഷം ക്വാർട്ടർ ഫൈനലിൽ ബെലാറുസിന്റെ വനേസ കലാൻസിസ്കായ്ക്ക് മുന്നിൽ വിനേഷ് അപ്രതീക്ഷിതമായി വീണുപോകുന്ന കാഴ്ച. ഒളിമ്പിക്സിനിടെ അച്ചടക്ക ലംഘനം നടത്തിയെന്നു കാണിച്ച് ദേശീയ ഗുസ്തി ഫെഡറേഷൻ വിനേഷിനെ പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ കാലത്ത് കടുത്ത മാനസിക സംഘർഷമുണ്ടായി. ഗുസ്തി നിർത്തിയാലോ എന്നുപോലും ചിന്തിച്ച സമയങ്ങൾ. ഓട്ടക്കാലണ എന്ന് വിശേഷിപ്പിച്ച് ആക്ഷേപിച്ച ബ്രിജ്ഭൂഷണ് ലോക ജനതയ്ക്ക് മുന്നിൽ തലയുയർത്തിപ്പിടിച്ചാണ് വിനേഷ് മറുപടി നൽകിയത്. കായിക പ്രേമികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും ആ തീജ്വാല.